മരിച്ചാൽ മനുഷ്യർക്കിടയിലെ ശത്രുതയും പകയും അവസാനിക്കുമെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. എന്നാൽ ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിൽ നിന്നുള്ള ഈ വാർത്ത കേൾക്കുമ്പോൾ ആ വിശ്വാസം തകരും. മരിച്ചിട്ട് ഒരു വർഷമാകാൻ പോകുമ്പോഴും അടക്കം ചെയ്യാൻ കഴിയാത്ത ഒരു മുൻ പ്രസിഡന്റിന്റെ ഭൗതികദേഹം. സാംബിയയിലെ മുൻ പ്രസിഡന്റ് എഡ്ഗർ ലുംഗുവിന്റെ മൃതദേഹത്തെ ചൊല്ലിയുള്ള ഈ അന്താരാഷ്ട്ര നിയമ പോരാട്ടം വെറും രാഷ്ട്രീയമല്ല, മറിച്ച് പകയുടെയും പ്രതികാരത്തിന്റെയും ഞെട്ടിക്കുന്ന കഥയാണ്. മരണം എല്ലാ കണക്ക് തീർക്കലുകളുടെയും അവസാനമാകേണ്ടതാണ്. എന്നാൽ സാംബിയൻ മുൻ പ്രസിഡന്റ് എഡ്ഗർ ലുംഗുവിന്റെ കാര്യത്തിൽ മരണം ഒരു വലിയ രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. കഴിഞ്ഞ 10 മാസമായി ലുംഗുവിന്റെ ഭൗതികദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഒരു മോർച്ചറിയിൽ അന്ത്യവിശ്രമത്തിനായി കാത്തിരിക്കുകയാണ്. ഒരു വശത്ത് സാംബിയൻ സർക്കാരും മറുവശത്ത് ലുംഗുവിന്റെ കുടുംബവും തമ്മിലുള്ള ഈ വടംവലിയിൽ തോറ്റുപോകുന്നത് മരിച്ച മനുഷ്യന്റെ അന്തസ്സാണ്. താൻ മരിച്ചാൽ തന്റെ ശത്രുവിനെ അരികിൽ അടുപ്പിക്കരുത് എന്ന ലുംഗുവിന്റെ അവസാന ആഗ്രഹം നിറവേറ്റാൻ ഒരു കുടുംബം നടത്തുന്ന പോരാട്ടം കൂടിയാണിത്. ഒരു രാജ്യത്തിന്റെ മുൻ തലവൻ എന്ന നിലയിൽ ഭൗതികദേഹം തങ്ങൾക്ക് വേണമെന്ന് സർക്കാർ വാദിക്കുമ്പോൾ അത് സ്വകാര്യമായി അടക്കം ചെയ്യണമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. എഡ്ഗർ ലുംഗുവും നിലവിലെ സാംബിയൻ പ്രസിഡന്റ് ഹാക്കൈന്റെ ഹിച്ചിലേമയും തമ്മിലുള്ള ശത്രുതയ്ക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 2017 ലുംഗു പ്രസിഡന്റായിരുന്ന കാലത്ത് ഹിച്ചിലെമയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിൽ അടച്ചിരുന്നു. 4 മാസത്തോളം അദ്ദേഹം തടവിൽ കഴിഞ്ഞു. പിന്നീട് 2021 ഹിച്ചിലെമ അധികാരമേറ്റപ്പോൾ ലുംഗുവിനെതിരെയുള്ള നടപടികൾ ശക്തമാക്കി. തന്റെ വീടിനു ചുറ്റും പോലീസ് കാവൽ ഏർപ്പെടുത്തിയെന്നും താൻ വീട്ടുതടങ്കലിലാണെന്നും ലുംഗു പരാതിപ്പെട്ടിരുന്നു. ഈ ശത്രുത ലുംഗുവിന്റെ മരണശേഷവും അവസാനിച്ചില്ല എന്നതാണ് അത്ഭുതകരമായ വസ്തുത. തന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ ഹിച്ചിലെമയെ പങ്കെടുപ്പിക്കരുത് എന്നതായിരുന്നു ലുംഗുവിന്റെ അവസാനാഗ്രഹമെന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ പ്രിറ്റോറിയയിലുള്ള ആശുപത്രിയിലായിരുന്നു ലുംഗു അന്തരിച്ചത്. അവിടെ ശവസംസ്കാര ശുശ്രൂഷകൾ നടന്നുകൊണ്ടിരിക്കെ സാംബിയൻ സർക്കാർ കോടതി ഉത്തരവുമായി വന്ന് അത് തടഞ്ഞത് ലോകത്തെ ഞെട്ടിച്ച സംഭവമായിരുന്നു. പള്ളിയിൽ പ്രാർത്ഥനകൾ നടക്കുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് കോടതിയിലേക്ക് ഓടേണ്ടി വന്നു. കഴിഞ്ഞ 10 മാസത്തിനിടെ പലതവണ കോടതി വിധികൾ മാറിമറിഞ്ഞു. മൃതദേഹത്തിന്റെ കസ്റ്റഡി സർക്കാരിനാണെന്ന് ഒരിക്കൽ വിധിച്ചപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ആ വിധി സ്റ്റേ ചെയ്യുകയും മൃതദേഹം തിരികെ നൽകാൻ ജഡ്ജി ഉത്തരവിടുകയും ചെയ്തു. ഒരു മൃതദേഹത്തെ ചൊല്ലി 2 രാജ്യങ്ങൾക്കിടയിൽ ഇത്രയും വലിയ നിയമപോരാട്ടം നടക്കുന്നത് ആധുനിക ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ലുംഗുവിന്റെ മൃതദേഹം സാംബിയക്ക് കൈമാറുന്ന കാര്യത്തിൽ മെയ് 21 അവസാന തീയതി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും സാംബിയൻ സർക്കാർ ഔദ്യോഗിക നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്. ഒരു മുൻ ഭരണാധികാരി എന്ന നിലയിൽ ലുംഗുവിന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നൽകണമെന്നാണ് ഹിച്ചിലെമയുടെ സർക്കാരിന്റെ വാദം. എന്നാൽ തന്റെ ശത്രുവായ ഹിച്ചിലെമ അധ്യക്ഷനാകുന്ന ഒരു ചടങ്ങും തന്റെ ശരീരത്തിനു മുകളിൽ നടക്കരുത് എന്ന ലുംഗുവിന്റെ ആഗ്രഹത്തിന് എന്തു സംഭവിക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. രാഷ്ട്രീയ പകപോക്കലുകൾ ഒരു മനുഷ്യനെ മരണശേഷം പോലും വെറുതെ വിടുന്നില്ല എന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണിത്. 10 മാസം എന്നത് വിട പറയാൻ കാത്തിരിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാലയളവാണ്. തങ്ങളുടെ പ്രിയപ്പെട്ടവനെ മണ്ണിലേക്ക് നൽകാൻ പോലും കോടതികളുടെ അനുമതി തേടേണ്ടി വരുന്ന ലുംഗുവിന്റെ കുടുംബം വലിയ മാനസിക വിഷമത്തിലാണ്. ക്യാമറകളുടെയും രാഷ്ട്രീയ പ്രസംഗങ്ങളുടെയും അകമ്പടിയില്ലാതെ ലുംഗുവിനെ അടക്കം ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയം ആ ആഗ്രഹങ്ങളെ ചവിട്ടിമെതിക്കുകയാണ്. ഈ പോരാട്ടം വെറുമൊരു ശവസംസ്കാരത്തിന് വേണ്ടിയുള്ളത് മാത്രമല്ല, മറിച്ച് മരിച്ചവന്റെ അവസാനാഗ്രഹം സംരക്ഷിക്കാനുള്ള ഒരു കുടുംബത്തിന്റെ യുദ്ധം കൂടിയാണ്. സാംബിയയിലെ ഈ പ്രതിസന്ധി ലോകത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്. അധികാരം മാറുമ്പോൾ രാഷ്ട്രീയ ശത്രുത ഇത്രത്തോളം താഴെ പോകാൻ പാടുണ്ടോ? ഒരു വ്യക്തിയുടെ മരണശേഷവും അയാളുടെ ശരീരത്തിന്മേൽ അധികാരം സ്ഥാപിക്കാൻ സർക്കാർ കാണിക്കുന്ന താൽപര്യം ജനാധിപത്യത്തിന് കളങ്കമാണ് എന്നത് പറയാതെ വയ്യ. ഹിച്ചിലെമയും ലുംഗുവും തമ്മിലുള്ള വ്യക്തിപരമായ പക ഇന്നും സാംബിയൻ രാഷ്ട്രീയത്തെ ആകെ ഉലച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചവന് സമാധാനമായി മണ്ണടിയാൻ പോലും രാഷ്ട്രീയക്കാർ അനുവദിക്കുന്നില്ല എന്ന ദയനീയ സത്യമാണ് ലുംഗുവിന്റെ ഈ കഥ പറയുന്നത്.